കൈമുട്ടി പാടുന്നുണ്ട്, കാണിച്ചു കൊടുക്ക്. നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കാടിന്റെ മുട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. എങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ കൈമുട്ടി പാട്ട് നമുക്കൊന്ന് കാണാലോ. എല്ലാം നമുക്ക് കാണാൻ കഴിയും. ചെറിയ മുട്ടും കുറച്ചു മുട്ടും എല്ലാ മുട്ടും മുട്ട് തന്നെയാണ്. അത് ദുബായിലാകുമ്പോഴേക്ക് ഹലാലാവൂല, കേരളത്തിൽ പറ്റൂലെങ്കിൽ പിന്നെ അതും നോക്ക് നിങ്ങൾ. ഫോട്ടത്തിന്റെ ചുവട്ടിലല്ലേ ഷെയ്ഖ് പ്രസംഗിക്കുന്നതും ദ്വാരക്കുന്നതും. ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്, വലിയ ഷെയ്ഖന്മാരുടെ ഫോട്ടോ ചുമരിൽ കാണുന്നുണ്ട്. ആ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ലേ? ഒരു ചുമരുമൽ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് നിലവിളിക്കുക. എനിക്ക് കളിപ്പാട്ടൊന്ന് വെച്ചു കൊടുത്തേ. ആടിപ്പാട്ട്, കളിപ്പാട്ട്, ഇങ്ങനെ ഓരോ പേരും പറഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് ഇവിടെ കേരളത്തിൽ ചിത്രം കിട്ടുമല്ലോ. വിദേശത്തു നിന്ന് വന്ന ആളുകളൊക്കെ ഇവരുടെ കൂടെ ദിക്ർ ഹൽക്കയിലും ബുർദ മജ്ലിസിലും പങ്കെടുത്തപ്പോഴും അവര് മുട്ട് ആട് ഒക്കെ ചെയ്തു നോക്കി. എന്നാൽ കേരളക്കാരും കൂടുന്നില്ല എന്നതാണ്. കരഘോഷത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് കരഘോഷം? കൈമുട്ടിപ്പോയാൽ കേരളത്തിൽ അത് കൊടും പാപമാണ്. എന്നാൽ ലോകതലത്തിൽ ഇസ്ലാമിക മജ്ലിസുകളുണ്ട്. ബഗ്ദാദില്, സിറിയയില്, ജോർദാനില്, മിസ്റില്, ഫലസ്തീനില്, അവിടെയൊക്കെ ഉള്ള എത്ര മജ്ലിസുകളിൽ കൈമുട്ടിക്കൊണ്ട് ബസ് എന്നാ പറയാ, കരഘോഷം നടത്തിക്കൊണ്ടുള്ള ദിക്റിന്റെ മജ്ലിസും മുഅ്മിനീങ്ങളുടെ മജ്ലിസും ഒക്കെ നടക്കാറുണ്ട്. കേരളത്തിന്റെ പാരമ്പര്യത്തിൽ അത് പരിചയമില്ലാതിരിക്കാം. സൂഫിയാക്കളുടെ കിതാബിലൊക്കെ അതിനെപ്പറ്റി ഹുക്മ പറയുന്നുണ്ട്. അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫതാവയിൽ കരഘോഷത്തിന് അനുകൂലമായി അത് മത്ലൂബാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിക്റിന്റെ മജ്ലിസിൽ ആവേശം കൊള്ളിക്കാനും മറ്റുമായി നടത്തുന്ന കൈമുട്ട്, അതിനെ വളരെയേറെ ഫത്വകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇമാമിയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു അനുകൂലമായി ഫത്വ പറഞ്ഞിട്ടുണ്ട്. ഷാദുലിയാക്കളുടെ മജ്ലിസിലൊക്കെ കാണാം. കാന്തപുരം തന്നെ അത് എപ്പോഴും നടത്തിയിട്ടുണ്ട്, പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പിന്നെ വെറുതെ എന്തെങ്കിലും ഫോട്ടോകൾ, ഷാദുലികളുടെ പെണ്ണുങ്ങളെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അത് വേറെ തരീക്കത്തല്ലേ? സുഡാനിലെ സൈറ്റിൽ നിന്ന് ഓരോ ഫോട്ടോകൾ, ആ ഫോട്ടോകളുടെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ഇനി എന്തായാലും ഒരു ഷെയ്ഖിനെ അവമതിക്കാൻ, അവഗണിക്കാൻ, കരിവാരി തേക്കാൻ ഇത് പ്രദർശിപ്പിക്കുന്നു എന്നല്ലാതെ ഇതൊക്കെ നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് അറിഞ്ഞുകൂടെ? ആയുധം വേറെ ഇല്ലാത്തത് കൊണ്ടല്ലേ? പ്രമാണങ്ങളെ കൊണ്ട് ഖണ്ഡിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ? ഞാൻ ഒരു കാര്യം പറയുന്നു, ഇവിടെ നമ്മുടെ മാന്യതക്കപ്പുറമുള്ളതൊന്നും പ്രദർശിപ്പിക്കാൻ വയ്യ. എന്നാൽ ഒരു ഫോട്ടോഗ്രാഫറെയും വെച്ച് AP വിഭാഗം സുന്നികളുടെ പരിപാടികളെ മുഴുവൻ കേന്ദ്രീകരിച്ച് ഫോട്ടോ പ്രദർശനം നടത്തി അടുത്ത് കാസറ്റ് ഇറക്കിയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? തൊട്ടതും പിടിച്ചതും ഒക്കെ അല്ലേ അവിടെ? അതൊക്കെ ഫോട്ടോ എടുക്കാൻ സാധിക്കൂലേ? എടുത്ത ഫോട്ടോ തന്നെ അല്ലേ? പക്ഷെ അതൊന്നും മാന്യതയ്ക്ക് നിരക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയുന്നു, ഇനിയും ഇത്തരം ഫോട്ടോ പ്രദർശനമൊക്കെ നടത്തിയിട്ട് ത്വരീഖത്തിനെയും അതിന്റെ അഹ്ലുകാരെയും കരിവാരി തേക്കാൻ ഒരുമ്പെട്ടാൽ, ഇത്തരം ശ്രമങ്ങളും അന്യായമായ പ്രസംഗങ്ങളും ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ ചിലതൊക്കെ ഈ പേരോട് ഇനി കാണേണ്ടി വരും എന്ന് മാത്രം ഞാൻ പറയുന്നു. ഓരോന്നിലും അങ്ങനെ തന്നെ. ഫോട്ടോ ഹറാമാണ്. അടുത്ത ചിത്രാണ്. എവിടെ ഫോട്ടോ ഇറക്കിയിട്ട് ലക്ഷങ്ങളാ ചെലവാക്കണത്. ഫോട്ടോ ഈ പേരോടിന്റെ വീട്ടിലില്ലേ? അപമാനിക്കാനും ചോദിച്ചിട്ടേക്കാനും അല്ല. മര്യാദക്ക് വലിയ നേതാക്കളും പേരോടിന്റെ ഒക്കെ ഫോട്ടോ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നു ഡൈനിങ് ഹാളില്. അത് കണ്ട സക്കാഫികളാണ് എന്നോട് പറഞ്ഞത്. ഇപ്പൊ മാറ്റണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ടോ 500 നോട്ടുമ്പോൾ ഫോട്ടോ ഉണ്ടാണ്, ഇനി കേടില്ല. ബാക്കിയൊക്കെ എന്താണ് ഈ പറയണത്? തത്വദീക്ഷ വേണം. ത്വരീഖത്തിന്റെ അഹ്ലുകാർ അവര് സ്നേഹിക്കുന്ന ഷെയ്ഖിന്റെ ഫോട്ടോ, അതിനൊക്കെ എമ്പാടും ഫത്വയും ഉണ്ട്. എന്നിട്ട് കുറെ ഫോട്ടോ നിറഞ്ഞ് എത്തിക്കുക. ആദ്യം നിങ്ങളെ കാര്യത്തിൽ നിങ്ങളൊന്ന് തീരുമാനം എടുക്കുക. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിരവധി ഫോട്ടോകളുടെ കഥകൾ, എല്ലാം ഫോട്ടോ തന്നെയാണ്. ഫോട്ടോത്തിന്റെ കഥയേ ഉള്ളൂ. ഫോട്ടോ ഉണ്ടാക്കുന്നതിന്റെ വിധി അത് വേറുണ്ട്. അതേ സമയത്ത് ജീവനുള്ള സാധനത്തിന്റെ രൂപം, അത് ഇപ്പൊ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്നില്ലേ? അതൊരാവശ്യത്തിന് നിർബന്ധമായിട്ട് എടുക്കുകയാണ്. പാസ്പോർട്ട് എടുക്കുമ്പോൾ എടുക്കില്ലേ? നിർബന്ധ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണ്. ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി ചെറിയ ഫോട്ടോ എടുക്കുന്നതിനെ സംബന്ധിച്ചല്ല നമ്മുടെ ചർച്ച. അതുപോലെ
ഫോട്ടോ നിസ്സാരപ്പെടുന്ന രൂപത്തിൽ ഫോട്ടോത്തിന്റെ മേലെ ചവിട്ടുന്നതിനെ സംബന്ധിച്ചല്ല നമ്മുടെ ചർച്ച. മറിച്ച് ഫോട്ടോ ബഹുമാനിച്ച് ചുമരിന്മേൽ വെക്കുക, നിസ്സാരപ്പെടുത്തുന്ന വിധത്തിലല്ലാതെ ചുമരിന്റെ മേൽ തൂക്കിയോ അല്ലെങ്കിൽ അതേ വസ്ത്രത്തിൽ ധരിച്ചോ അങ്ങനെ ആദരിക്കപ്പെടുന്ന രൂപത്തിൽ ഫോട്ടോ കൈകാര്യം ചെയ്യുന്നത് ഹറാമാണ്. ഒന്നുകൂടി നീട്ടി പറഞ്ഞുകൂടായിരുന്നോ സുഹൃത്തെ? എന്ത് ഹറാമാക്കലാണിത്? ഇങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോത്തിലൂടെയല്ലേ നിങ്ങളുടെ ഈ ഹറാം കേൾക്കുന്നത്? നിങ്ങൾ ഫോട്ടോത്തിന് മുമ്പിൽ ഇരുന്ന് കൊടുത്തിട്ടല്ലേ? പാസ്പോർട്ട് എടുക്കാനോ ചവിട്ടി തേക്കാനോ നിസ്സാരപ്പെടുത്താനോ ആണെങ്കിൽ പറ്റും, അല്ലാത്തതൊക്കെ ഹറാമാണ്. ലക്ഷങ്ങളല്ലേ ഈ ഫോട്ടോത്തിന് ചെലവഴിക്കുന്നത്? മർക്കസിലും കുറ്റ്യാടിയിലും ലോകമൊട്ടാകെ നിങ്ങളുടെ ഇമാമിങ്ങൾ, നിങ്ങളുടെ നേതാക്കൾ എന്തുമാത്രം ഫോട്ടോകളാണ്. ഇനി ഫോട്ടോ തൂക്കിയിടുന്നതാണോ? എത്ര സ്ഥലത്താ തൂക്കിയിട്ടത്? ഫോട്ടോ തൂക്കിയിട്ട സദസ്സിൽ പ്രസംഗിച്ച് ബുറുദ മജ്ലിസ് നടത്തി ഷെയ്ഖുന കാന്തപുരത്തിന്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയില്ലേ? ഫോട്ടോ ഉള്ളിടത്ത് നിന്നല്ലേ വലിയ വലിയ മശായിഖന്മാര് കൂട്ടുപ്രാർത്ഥനാ സമ്മേളനം നടത്തിയത്? ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ റളിയല്ലാഹു അൻഹു അവരുടെ ഫോട്ടോ അവരുടെ ഹയാത്ത് കാലത്ത് സർവ്വ ഉലമാക്കളും കാണെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കോഴിക്കോട് നടക്കാവിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ മഹാനവറുകൾ വഫാത്തായത് അവിടെ വെച്ചാണ്. അവിടെ വലുതായി തൂക്കിയിട്ടില്ലേ? എന്നിട്ട് ഹറാമാൻ എന്തുകൊണ്ട് പേരോട് അവിടെ പോയി പറഞ്ഞു കൊടുത്തില്ല? വടകര മുഹമ്മദ് ഹാജി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാഞ്ഞത് എന്തുകൊണ്ട്? അവിടെ പോയിട്ടില്ലേ? പേരോട് AP പോയിട്ടില്ലേ? എല്ലാവരും പോയിട്ടില്ലേ? ആ ഫോട്ടോത്തിന്റെ ചോട്ടിൽ നിന്നിട്ട് ഇന്നും ആ ഫോട്ടോ അവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ കക്കാടിനോട് കളിക്കുമ്പം ഹറാമാൻ. നിങ്ങൾക്കോ നിങ്ങളുടെ ഫോട്ടോ എവിടൊക്കെ വെച്ചിട്ടുണ്ട്? ഈ കാസറ്റുമലും CD-മലും ബുക്കുമലും ഇതൊക്കെ പാസ്പോർട്ടിന്റെ ആണോ? നിസ്സാരപ്പെടുത്താനാണോ? ചവിട്ടിത്തേക്കാനാണോ? ഷെയ്ഖ് AP അബൂബക്കർ മുസ്ലിയാരുടെ ഫോട്ടോ, ഉള്ളാൾ തങ്ങളുടെ ഫോട്ടോ, ഇതൊന്ന് കാന്തപുരത്തിന്റെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ പേരോടിന്റെ മുമ്പിൽ വെച്ച് ഏതെങ്കിലും ഒരാൾ ചവിട്ടി തേക്കട്ടെ, മനസ്സ് പൊട്ടൂലേ? ആരോത് സമ്മതിക്കുവോ? സ്നേഹജനങ്ങളുടെ ഫോട്ടോ, ആ സ്നേഹം പ്രകാശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഫിഖ്ഹില് ശരിയായ മതവിധി പറഞ്ഞിട്ടുണ്ട്. എന്നാ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടത്? ഇത് കക്കാടിനെ എന്നേക്കും കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് ഫോട്ടോ ഹറാമാണ്. ഫോട്ടോ കൈകാര്യം ചെയ്യുന്നത് ഹറാമാണ്. ഇതൊക്കെ പറഞ്ഞ് എന്നും നിലനിൽക്കാൻ കഴിയോ പേരോടെ? നമുക്ക് ഇനിയും ഈ ജനതകളെ അഭിമുഖീകരിക്കേണ്ടി വരില്ലേ? ഫോട്ടോത്തിലൂടെയല്ലേ ഈ ഫോട്ടോ ഹറാമാൻ എന്ന് പ്രസംഗിക്കുന്നത്? ചവിട്ടപ്പെടുന്ന വിരിപ്പിലോ അല്ലെങ്കിൽ ചവിട്ടപ്പെടുന്ന തലയണിയിലോ അതുപോലത്തതിന് മിമ്മായും തഹനു നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിലുള്ളതിനാണെങ്കിൽ ഫലൈസ ബിഹറാം, അത് ഹറാമല്ല. നിസ്സാരപ്പെടുത്തുന്ന സ്ഥലത്തുള്ളതിന് ഹറാമില്ല. അതേ, ചവിട്ടപ്പെടുന്ന തലയണയിൽ ഹറാമല്ല. തലയണ ചവിട്ടപ്പെടുന്നതാണോ അതോ പവിത്രമായ തല വെക്കുന്നതാണോ? ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ചവിട്ടപ്പെടുന്ന തലയണ ചവിട്ടപ്പെടാൻ ഉണ്ടാക്കുന്നതാണോ സാധാരണ? അപ്പൊ ഇബാറത്തൊക്കെ വായിച്ച് കിതാബു തസാവീർ, ബാബു തസാവീർ എന്ന് വായിച്ച് അങ്ങനെയാണെങ്കിൽ വിരോധാഭാസവും വൈരുദ്ധ്യവും നിങ്ങൾ